Ladies and gentlemen, welcome to Food Notes with Sandil. നമ്മൾ സാധാരണ ഗസ്റ്റുകളാണ് കൊണ്ടുവരുന്നത്, പക്ഷേ ഇന്ന് നമ്മൾ ഗസ്റ്റായിട്ട് പോയിരിക്കുകയാണ്. വിഴിഞ്ഞത്താണെന്നുള്ളത് ലോകത്തിലെ 7 മദർ പോർട്ടുകളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പോർട്ടിലാണ് നമ്മളുള്ളത്. വെസലിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ, വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കുറേ വിശേഷങ്ങൾ നമ്മളിന്ന് കാണാൻ പോവുകയാണ്. വെൽക്കം ടു സ്റ്റുഡിയോ 1. ലോകത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള പോർട്ടുകളിൽ ഒരു മദർ പോർട്ടാണ് വിഴിഞ്ഞം എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് ഇവിടുത്തെ ഡീപ്നെസ് എന്ന് പറയുന്നത് ഏകദേശം 20 മീറ്റർ മുതൽ 1.5 കിലോമീറ്ററിന് മുകളിൽ വരെയാണ് ഇവിടുത്തെ ആഴം എന്ന് പറയുന്നത്. കൊച്ചി പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആഴം ശരിക്കും പറഞ്ഞാൽ ഡ്രഡ്ജ് ചെയ്ത് വേണം ആഴം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഴം അൺലിമിറ്റഡ് ആണ്. ഏകദേശം ഒരു 16 മീറ്റർ 17 മീറ്റർ ഉണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നമുക്ക് ഇവിടെ ബർത്ത് ചെയ്യാൻ പറ്റും. വളരെ ഈസിയായി, മറ്റ് ഒരു ടാസ്കും ഒരു ടെൻഷനും ഇല്ലാതെ ഒരു വളരെ സ്മൂത്തായിട്ട് ഇവിടെ ബർത്ത് ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു കപ്പൽ വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഈ വിഷ്വലിൽ കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഇവിടെ ബർത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റ് ഷിപ്പുകൾ നമ്മുടെ ഇവിടുന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരത്തിൽ ഇപ്പോഴും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഷിപ്പുകളെല്ലാം ഇവിടുന്ന് അൺബർത്ത് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് ഇവിടെ ബർത്ത് ചെയ്യാനുള്ളൊരു പെർമിഷൻ ഉണ്ടാവുള്ളൂ. അപ്പം ഇവിടുത്തെ ഒരു ആഴമാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ ഇവിടുന്ന് വിഴിഞ്ഞത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റ് പോർട്ടുകളെ അപേക്ഷിച്ച് ഇവിടെ റസ്റ്റിംഗ് പോയിൻ്റാണ്. അതായത് ഒരു പോർട്ടിൽ നിന്നും കണ്ടെയ്നേഴ്സ് ഇവിടെ വന്ന് ഇവിടെ അൺഷിപ്പ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് മറ്റ് ചെറിയ ഷിപ്പുകളിലും ടഗുകളിലും ഒക്കെ മറ്റ് പോർട്ടുകളിലേക്കും കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായിട്ടുള്ള MSC ഐറിന ഇവിടെ പൂവ് പോലെ ഇവിടെ വന്ന് ബർത്ത് ചെയ്ത് കണ്ടെയ്നേഴ്സ് അൺഷിപ്പ് ചെയ്ത് ഇവിടുന്ന് പോയിട്ടുണ്ട്. ഇതൊരു ഏകദേശം 75 ലക്ഷം ടൺ പാറ ഇവിടെ അൺലോഡ് ചെയ്തിട്ടാണ് ഈ ഒരു ബാക്ക് വാട്ടേഴ്സ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് ഫിഷർമെൻ, അതായത് മീൻപിടുത്തക്കാർക്ക് ഇതിനകത്ത് പെർമിഷൻ ഇല്ല. ഇറ്റ്സ് വളരെ പോർട്ടിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഏരിയ ആണത്. അപ്പം ഇവിടെ മറ്റ് പരിപാടികളൊന്നും നടക്കില്ല. ഷിപ്പിൻ്റെ ട്രാവലിംഗ് മാത്രമാണുള്ളത്. അതുമാത്രമല്ല, ഇത് പലർക്കും അറിയാവുന്നുള്ള അറിയില്ല. അതായത് ഒരു ഷിപ്പ് നമ്മുടെ പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പൈലറ്റ് ഇവിടുന്ന് ഒരു ടഗിൽ പോയി അതിനകത്ത് കയറി പുള്ളിയാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് ബർത്ത് ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന നിരവധി ടഗുകൾ ഇവിടെ ഉണ്ട്. ടഗുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിനെ പുഷ് ചെയ്ത് നമ്മുടെ ഈ പോർട്ടിലേക്ക് കൊണ്ടെത്തിക്കുക, അതിലേക്ക് കൊണ്ടുപോയി ആ പർട്ടിക്കുലർ പൊസിഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ടഗുകളുടെ ഒരു ജോലി എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നമ്മൾ കണ്ടിട്ടുണ്ട് വാട്ടർ സല്യൂട്ട് എന്ന് പറയുന്ന പല പരിപാടികൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും വലിയ കപ്പലുകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം. അപ്പം സംഭവം എന്ന് പറയുന്നത് ഈ ടഗുകളാണ് പോയിട്ട് അവിടെ വാട്ടർ സല്യൂട്ട് കൊടുത്ത് ഷിപ്പുകളെ ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു ബേസിക് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതൊരു ചെറിയ പ്രോസസ്സല്ല, ഇതൊരു ജൈജാൻറ്റിക് പ്രോസസ്സാണ്. ഇതിന് പല വിഷ്വൽസും നമുക്ക് നേരിട്ട് കാണാൻ പറ്റും, പക്ഷേ അത് നിങ്ങൾക്കത് എത്രത്തോളം പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു പെർമിഷൻ ഉണ്ട് എന്ന് എനിക്കറിയില്ല. ഇവിടുത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ലോക്കലി സ്കിൽഡ് ആയിട്ടുള്ള വിമനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടാണ് ഇവിടെ ഓപ്പറേറ്റേഴ്സ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അവരെ സ്പെഷ്യലി ട്രെയിൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുമാത്രമല്ല, ലോകത്തിലെ ഒരേ ഒരു പോർട്ട് മാത്രമാണ് വിമൻ ക്രെയിൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്രെയിൻ ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചെറിയ സംഭവമല്ല. ഇത്രയും വലിയ ക്രെയിനാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്. സെമി ഓട്ടോമാറ്റിക്
ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെക്ഷനും എന്താ പറയുക ഓട്ടോമാറ്റിക് ഓപ്പറേറ്റ് ചെയ്യുന്ന മറ്റൊരു സെക്ഷനുണ്ട്. ഓട്ടോമാറ്റിക് ചെയ്യുന്നവർക്ക് മറ്റ് പണികളൊന്നുമില്ല. ജസ്റ്റ് അത് അൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിനെ എന്താണ് അൺലോഡിങ് പോയിന്റിലേക്ക് അതിനെ അൺലോഡ് ചെയ്യുക എന്നുള്ള ജോലി മാത്രമേ ഉള്ളൂ. ഇതൊരു PPP പ്രോജക്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് പുറമെ ഇതൊരു വെഞ്ചർ കൂടിയാണ്. അദാനി പോർട്ടും ഗവൺമെൻറ്റും ചേർന്നിട്ടുള്ളൊരു വെഞ്ചറാണ്. 2035 മുതൽ സർക്കാരിന് 1% ലാഭം കിട്ടുന്ന ഒരു പ്രോജക്റ്റാണ്. അതിനപ്പുറം ഇതിൻ്റെ ഒരു നിലവിലുള്ളൊരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 800 മീറ്റേഴ്സാണ്. അതിൻ്റെ ഇത് ഫേസ് 1 ആണ്. ഫേസ് 2ലേക്ക് പോകുമ്പോൾ അത് 1.2 കിലോമീറ്റേഴ്സ് ഒരു എക്സ്റ്റെൻഡ് ടോട്ടൽ 2 കിലോമീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു ലെങ്ത് ആയിട്ട് വരാൻ പോകുന്നത്. ഏകദേശം 60ഓളം ക്രെയിനുകളായിരിക്കും ടോട്ടലി ഡിപ്ലോയ് ചെയ്യുക. അത് 2026-28 ആ ഒരു പീരീഡിലായിരിക്കും ഇത് ഓപ്പറേറ്റ് ചെയ്യുക. ഇതൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ മുമ്പിൽ ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഇറ്റ്സ് എ വെരി 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 പ്രിവിലേജ്ഡ് മൊമെൻറ്റ്. കൂടുതൽ വിഷയത്തിലേക്ക് പോകാം. വിഴിഞ്ഞം പോർട്ടിൻ്റെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മറ്റൊരു വിഷ്വലാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് എങ്ങനെ എനിക്ക് നിങ്ങളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണമെന്ന് എനിക്ക് അറിയത്തില്ല. ഇറ്റ് ഈസ് സച്ച് എ ജൈജാൻറ്റിക് സംഭവമാണ് ഇത് മൊത്തം. ഇതെല്ലാം ക്രെയിനുകളാണ്. ഇതെല്ലാം പലതും ഓട്ടോമേറ്റഡ് ആണെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്താ പറയുക, ദുർബലകളായ സ്ത്രീകൾ എന്ന് പറയുന്ന പലരും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഏകദേശം 30,000-ഓളം കണ്ടെയ്നേഴ്സ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ ഐറീന പോലും ഇവിടെ വന്ന് ഈസിയായി ബർത്ത് ചെയ്ത കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിൽ കൊള്ളുന്ന ഫുൾ കണ്ടെയ്നേഴ്സ് നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ ഫേസ് 2 കൂടെ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഏകദേശം 3 കപ്പലുകൾ അടുത്തടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കാണുന്നുണ്ടോ? അതും MSCയുടെ ഒരു ഷിപ്പാണ് കാണുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയാണ് നമ്മുടെ അദാനി പോർട്ടിൻ്റെ ഏകദേശം സ്ലോട്ടുകൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വർഷത്തെ ഫുൾ സ്ലോട്ടും ബുക്ക്ഡ് ആണ്. അവർ മറ്റ് ഷിപ്പിംഗ് കമ്പനികളുടെ എന്താണ് പറയുക ആക്ടിവിറ്റീസ് കൂടി അവർ ഹയർ ചെയ്തിട്ടാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലായ MSC ഐറിന് പോലും ഇവിടെ വരാൻ കാരണമായത്. ഇനിയിപ്പം പുതിയ വലിയ വലിയ കപ്പലുകൾ ഇനിയും വരാനുള്ള സാധ്യതകളുണ്ട്. എന്തായാലും ഇതൊരു വലിയൊരു ബൂമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതുമാത്രമല്ല ഇവിടെ ടൂറിസത്തിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വലുതാകാൻ പോകുന്നു. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ഇവിടെ അണ്ടർഗ്രൗണ്ട് ടണലിലൂടെ ട്രെയിൻ ഓപ്പറേഷൻ, അതിൻ്റെ എല്ലാ എന്താ പറയുക പ്ലാൻസ് എല്ലാം ഏകദേശം ഓണാണ്. ഇനി അപ്രൂവൽസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൻ്റെ ഒരു സെൻറ്ററായി മാറാൻ പോകുന്നു വിഴിഞ്ഞം എന്നുള്ളതാണ്. മറ്റു പൊളിറ്റിക്കൽ ഡിസ്കഷൻസ് എല്ലാം കീപ്പ് ഇറ്റ് അവേ. ദിസ് ഈസ് ഗോയിങ് ടു ബി എ ബൂം. ഞാനിത് ഇട്ടിരിക്കുന്ന കണ്ടാലറിയാം എന്തോ ഒരു പുതിയൊരു പരിപാടിക്കുള്ള ഒരുക്കമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതൊരു ലൈഫ് ജാക്കറ്റാണ്. നമ്മളിതാ ആ ടഗ്ഗിലേക്കാണ് കയറാൻ പോകുന്നത്. നമ്മൾ ഈ ടഗ്ഗാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്ന ഷിപ്പുകൾ ഇവിടെ ബെർത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ആ ടഗ്ഗിലാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. അതിനകത്തുള്ള വിഷ്വൽസും ബാക്കി കാണിക്കാൻ പറ്റുന്ന മാക്സിമം ഈ ക്യാമറയുടെ ലെൻസിനകത്ത് കൊള്ളുന്ന സർവ്വ സാധനങ്ങളും നമ്മൾ ഇതിനകത്ത് കാണിക്കാനുള്ള ശ്രമമാണ്. ഇല്ലെങ്കിൽ മറ്റൊരു അവസരം കിട്ടിയാൽ ഞാൻ അപ്പോഴും കാണിക്കുന്നതായിരിക്കും. എന്നാലും നമുക്ക് ടഗ്ഗിലേക്ക് കയറാം. അപ്പോൾ നമ്മളിതാ ഇപ്പം ടഗ്ഗിൽ കയറിയിരിക്കുകയാണ്. ചേട്ടാ പേരെങ്ങനെ? ഹിന്ദിക്കാരനാണ്. ഫവാദ്. പ്രഭാത്. ठीक है. तो हम जा रहे हैं. അപ്പോൾ നമ്മളത് ഇവിടുന്ന് മൂവായി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ബാക്ക് വാട്ടേഴ്സിലൂടെയുള്ള ടഗ്ഗിലൂടെയുള്ള യാത്രയാണ്. ശരിക്കും പറഞ്ഞാൽ എന്താ പറയണമെന്നല്ല, ഇറ്റ്സ് വെരി എക്സൈറ്റിംഗ്. കടലിനകത്തൂടെയുള്ള യാത്രയാണ്. ടഗ്ഗിലൂടെയുള്ള യാത്രയാണ്. ലൈഫിലെ ഏറ്റവും ആദ്യത്തെ ഒരു എന്താ പറയുക ബൂമിങ്, അങ്ങനെ ഒരു ബോംബിങ് എക്സ്പീരിയൻസ് ആണ്.